നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കസ്റ്റാർഡ് ചോക്ലേറ്റ് ആണ് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ്സ് എല്ലാം സിമ്പിളായിട്ട് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അതുപോലെ തന്നെ കസ്റ്റാർഡ് ചോക്ലേറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഒരു പാൻ ചൂടാക്കാം. ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. വെള്ളം നന്നായി തിളച്ച് വരണം. ഇതിനകത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായി വരണം. ഇതിനകത്തേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നന്നായി മിക്സ് ചെയ്യണം. പഞ്ചസാര ഇപ്പം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. കട്ടകളൊന്നും വരാൻ പാടില്ല. ഇടയ്ക്ക് വെച്ച് കുറച്ച് ഹാർഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിനകത്തേക്ക് കുഞ്ഞായി ചോപ്പ് ചെയ്ത് റൈസിൻസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കാം. ഞാനൊരു ഐസ് ക്യൂബിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് ഇടാം. മുകളിലും ഫില്ല് ചെയ്യാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യാം. കാഷ്യൂ നട്ട്സും റൈസിൻസും മിക്സിനകത്ത് ആദ്യമേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇടുന്നത് ഓപ്ഷനിലാണ്. ഇതെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ നന്നായി ഫ്രീസ് ചെയ്തെടുക്കണം. കസ്റ്റാർഡ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.